നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. രാജ്യം മാവോയിസ്റ്റ് മുക്തമെന്ന് പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചുവപ്പ് ഭീകരത രാജ്യത്ത് ഔദ്യോഗികമായി അവസാനിച്ചെന്ന് അമിത്ഷാ ലോക്സഭയിൽ പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഒരു തീവ്ര മാവോയിസ്റ്റ് ബാധിത മേഖലയും അവശേഷിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളെ പിന്തുണച്ചെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ചുവപ്പ് ഭീകരത തുടച്ചു നീക്കിയെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയത്. मैं पूरी व्यवस्था होने के बाद देश को भी सूचित करूंगा, मगर मैं ऐसा बोल सकता हूं, धड़ल्ले से बोल सकता हूं कि हम नक्सल मुक्त हो गए हैं. ऐसा कहने में कोई तकलीफ नहीं. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 706 മാവോയിസ്റ്റുകളെ വധിച്ചു. 4800 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയപ്പോൾ 2000-ലധികം പേരെ ജയിലിലടച്ചുവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് തീവ്ര മാവോയിസ്റ്റ് മേഖലകളില്ലെന്നും നക്സൽ ബാധിത മേഖലകൾ വികസനത്തിലേക്ക് കുതിക്കുന്നുവെന്നും അമിത്ഷാ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങളാണ് നേട്ടത്തിന് കാരണമെന്നും അമിത്ഷാ. എന്നാൽ മാവോയിസ്റ്റുകളെ കോൺഗ്രസ്, CPM തുടങ്ങിയ പാർട്ടികൾ പിന്തുണച്ചുവെന്ന ആരോപണവും അമിത്ഷാ ലോക്സഭയിൽ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും മാവോയിസ്റ്റുകളോട് സ്വീകരിച്ചത് അനുകൂല നിലപാടെന്നും അമിത്ഷാ ആരോപിച്ചു. ഇനി 2 മാവോയിസ്റ്റ് ബാധിത മേഖലകൾ മാത്രമാണ് രാജ്യത്ത് അവശേഷിക്കുന്നത്. ഒളിവിലുള്ള മാവോയിസ്റ്റുകളോട് എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്ന ആഹ്വാനവും സുരക്ഷാ ഏജൻസികൾ നൽകിയിട്ടുണ്ട്. 24 ഡൽഹി. 24 എക്സ്ക്ലൂസീവ്. FCRA നിയമ ഭേദഗതി ബില്ലിൽ ക്രൈസ്തവ സഭകളിലെ ആശങ്കകൾക്കിടെ നിർണായക കൂടിക്കാഴ്ചയുമായി മുൻ ഗോവ ഗവർണറും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള. തൃശൂരിൽ കൽദായ സുറിയാനി സഭ ആസ്ഥാനത്ത് സഭാധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസുമായി കൂടിക്കാഴ്ച നടത്തി. ബില്ലിൽ ആശങ്കകളുണ്ടെന്നും രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ തുടർച്ചയായി അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണെന്നും മാർ ഔഗിൻ കുര്യാക്കോസ് പറഞ്ഞു. ഈ മൈനോറിറ്റി ഇഷ്യൂസൊക്കെ കുറേ ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങൾ ഇപ്പോൾ CRA ഇഷ്യൂ ആയാലും മൈനോറിറ്റി ഇഷ്യൂസ് ആയാലും കമ്മീഷൻ ആയാലും അതിനൊക്കെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടുന്ന രീതിയിലുള്ളൊരു പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമ്മൾ ഒരുപാട് സമയം ഉയർത്തിയിട്ടുണ്ട്. അതെപ്പോഴും നമ്മുടെ ഒരു കൺസേണാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു ജനസംഖ്യാപരമായിട്ടുള്ള ആനുപാതികമായിട്ട് ഉള്ള ഒരു സംവരണം അത് കിട്ടേണ്ടത് നമുക്കൊക്കെ ഒരു റൈറ്റല്ല, ഒരു അവകാശമല്ലേ. പക്ഷേ അത് പലപ്പോഴും കിട്ടാതെ വരുന്ന സമയത്ത് അത് ചോദ്യങ്ങൾ വരാറുണ്ട്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട മുഴുവൻ ആശങ്കകളും പരിഹരിക്കുമെന്നും സഭാ നേതൃത്വം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും PS ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ആശങ്കകളുടെ ആശങ്ക അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലൊന്നും യാതൊരു അടിസ്ഥാനമുള്ളതല്ല. ഇപ്പോൾ FCRA സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. സിറോ മലബാർ സഭയുടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെന്ന്, അദ്ദേഹത്തിൻ്റെ സഭയുടെ ഉൾപ്പെടെ പരിഹരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ടെക്നിക്കലി പരിഹരിക്കേണ്ടതാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതൊരു ഇലക്ഷൻ വരുമ്പോൾ ഉയർത്തിക്കാട്ടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഏതായാലും ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല. വരും ദിവസങ്ങളിൽ ക്രൈസ്തവ സഭകളുമായി നല്ല അടുപ്പമുള്ള PS ശ്രീധരൻപിള്ളയെ മുൻനിർത്തി ചർച്ചകൾ തുടരാനാണ് BJPയുടെ നീക്കം. കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിയ അപകടം, പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ഫോർട്ട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആൻമരിയ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? അമൃത, ഫോർട്ട് കൊച്ചി 2ാം ഡിവിഷൻ, അതായത് തുരുത്തി, ഇവിടെയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KJ മാക്സിയുടെ സ്വീകരണ പരിപാടി ഇന്നുണ്ടായിരുന്നത്. വൈകുന്നേരമാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത്. ഇതിന്റെ സമാപന വേളയോടനുബന്ധിച്ചാണ് ഈ പ്രവർത്തകർ പടക്കം പൊട്ടിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് പടക്കം പൊട്ടിക്കുന്നത്. ഇതിനിടയിൽ താഴേക്ക് പ്രവർത്തകരുടെ ഇടയിലേക്ക് വീഴുകയായിരുന്നു. പരിക്ക് പറ്റിയ ആളുകളെ തൊട്ടടുത്തുണ്ടായിരുന്ന ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. 7ഓളം പേർക്കാണ് പരിക്ക് പറ്റിയതെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ആരുടെയും പരിക്കുകളൊന്നും ഗുരുതരമല്ല. പരിക്ക് പറ്റിയവർ ചികിത്സ കഴിഞ്ഞ ശേഷം വീടുകളിലേക്ക് മടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അമൃത. ശരി, ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. 24 ഇലക്ഷൻ ബ്രേക്കിംഗ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് ഡീലെന്നും ജനത്തിന് ഇരുകൂട്ടരെയും മടുത്തുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24-ൽ RC വിത്ത് SKN പ്രത്യേക അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ മനസ്സു തുറന്നത്. കേരളത്തിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശിയടിക്കും. ശബരിമല കൊള്ള ജനമനസ്സിൽ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. FCRA ഭേദഗതി കള്ളപ്പണം വെളുപ്പിക്കൽ തടയാനാണെന്നും ക്രിസ്ത്യൻ സഭകളെ ബാധിക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. വികസന ചർച്ചയിൽ നിന്ന് വഴിതിരിക്കാനാണ് വോട്ട് ഡീൽ ആരോപണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.
24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായുള്ള RC വിത്ത് SKN പ്രത്യേക അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കിയത്. നേമത്ത് ഡീല് നടക്കുമെന്ന് തോന്നുന്നുവെന്നും CPIM BJP ഡീൽ ആരോപണം പച്ചക്കള്ളമാണെന്നും രാജീവ് ചന്ദ്രശേഖർ. ഈ ഡീലിനെ കുറിച്ചൊരു ഇവിടെ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻസും PhD ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനും CPM-നാണ്. ഈ തവണ അതെല്ലാം ചെയ്താണല്ലോ ജനങ്ങൾ അവരെ ക്ഷമിക്കില്ല. ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് ആരുടെ ഡീലാണത്? കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസിന്റെ ഡീൽ. ഓക്കെ. തമിഴ്നാട്ടില് 2 പാർട്ടീസ് ഒരുമിച്ച്, കേരളത്തിൽ 2 രാഷ്ട്രീയ പാർട്ടീസ് ഒരുമിച്ച് മത്സരിക്കുന്നത് ആരുടെ ഡീലാണ്? CPM കോൺഗ്രസ് അല്ലേ? ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസിലെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമാണ് CPM കോൺഗ്രസും. ഡീല് ഞങ്ങളൊപ്പമാണോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിൽ നിന്ന് BJP പിന്നോട്ട് പോയെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ജനങ്ങൾ ഏറ്റെടുത്തു. മറ്റാരുണ്ട് ശബരിമല കൊള്ള ചെയ്യാൻ? മറ്റാരുണ്ട് SDP-ന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യാൻ? മറ്റാരുണ്ട് എക്സാലോജിയിൽ കാശിടാൻ? എല്ലാം അവരെന്നെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് അതിൽ പോയി ചാടേണ്ടത്? ശബരിമലനെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമല ചർച്ചയാകില്ലെന്ന റാന്നിയിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രതികരണം രാജീവ് ചന്ദ്രശേഖർ തള്ളി. ശിവൻകുട്ടിയോടല്ല, മുഖ്യമന്ത്രിയോട് നേരിട്ടാണ് വികസന സംവാദം നടത്തേണ്ടതെന്നും രാജീവ് ചന്ദ്രശേഖർ. FCRA വിഷയത്തിലും രാജീവ് ചന്ദ്രശേഖർ നിലപാട് വ്യക്തമാക്കി. FCRA പേരിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ED, PMLA, മണി ലോണ്ടറിംഗ് ആക്ട് ഉണ്ട്. അതിന്റെ എല്ലാം ഹാർമണൈസ് ചെയ്യുന്നതാണ് ഇപ്പൊ നടക്കുന്ന കാര്യം. ഈ പുതിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് ആ FCRA വഴി ഇല്ലീഗൽ കാശി കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പുതിയതായി അപേക്ഷിക്കുന്നവരെ മാത്രമേ ഇതിൽ സ്വാധീനിക്കുന്നു. പിന്നെ പഴയ ആൾക്കാരെ ഇല്ല. സഭാ നേതൃത്വം ആരെങ്കിലും പറഞ്ഞു? സംസാരിച്ചല്ലോ ഞാൻ. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മെയ് 4 24-ൽ കാണണമെന്ന് ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ഇങ്ങനെ: മെയ് 4 അന്ന് എങ്ങനെ പറയേണ്ടി വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. റിസർച്ച് ഡെസ്ക് 24. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കാത്തത് വിവാദമാക്കി UDF. CPIM-നെ ദ്രോഹിക്കേണ്ട എന്ന് കരുതിയാണ് ശബരിമല വിഷയമാക്കാത്തത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സ്വർണ്ണക്കൊള്ള പ്രചാരണ വിഷയമാക്കിയാൽ UDF-ന് ഗുണം ചെയ്യുമെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. ഇന്നലെ പാലക്കാടും തൃശൂരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനവും അഴിമതിയും പരാമർശിച്ചാണ് LDF-നെയും UDF-നെയും കടന്നാക്രമിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം പ്രാരംഭത്തിലെത്തി നിൽക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രി പരാമർശിക്കാത്തതാണ് ചർച്ചയായത്. ഇതിന് പിന്നിൽ CPIM BJP ഡീൽ എന്ന ആരോപണമാണ് UDF-ന്റേത്. ഏത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിഷയം ഒരു വിഷയമല്ലാതാക്കി പ്രധാനമന്ത്രി മാറ്റിയത്? അത് ഏത് സാഹചര്യമാണ്? കേരളത്തിൽ ആകമാനമുള്ള ഇപ്പൊ സംസാരം എല്ലാവർക്കും അറിയാലോ. അതിന്റെ ഭാഗമായിട്ട് CPM-നെ നോവിക്കണ്ട എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ തിരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രചാരണ വിഷയമാക്കിയാൽ ഗുണം ചെയ്യുക UDF-നെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. ശബരിമലയല്ല വികസനമാണ് ചർച്ചയെന്ന് കൊച്ചിയിലെ NDA സ്ഥാനാർത്ഥി PR ശിവശങ്കർ 24-നോട്. കേരളത്തിൽ ഞങ്ങൾ വികസനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളാണ് ആദ്യമായിട്ട് മാറാത്തത് മാറും എന്നുള്ള ഒരു പ്രകടന പത്രികയുമായിട്ട് മുന്നോട്ട് വന്നത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിച്ച് LDF, UDF മുന്നണികൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. കുവൈത്തിലെ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ടു. രാമനാഥപുരം കൊളത്തൂർ സ്വദേശി സന്താനസെൽവമാണ് കൊല്ലപ്പെട്ടത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അധികൃതർ അറിയിച്ചു. UAE-യിലും സൗദി അറേബ്യയിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ പവർ സ്റ്റേഷനുകളിലും കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളിലുമാണ് ഇന്ന് പുലർച്ചെ ഇറാൻ ആക്രമണം നടത്തിയത്. കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന ഷുവൈബയിലെ പ്ലാന്റിലുണ്ടായ ആക്രമണത്തിലാണ് രാമനാഥപുരം കൊളത്തൂർ സ്വദേശി സന്താനസെൽവം കൊല്ലപ്പെട്ടത്. സ്വകാര്യ കമ്പനിയിലെ കരാർ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെന്ന് വൈദ്യുത മന്ത്രാലയം വക്താവ് ഫാത്തിമ ഹയ വ്യക്തമാക്കി. UAE-യിൽ പുലർച്ചെ 2 തവണ ആക്രമണമുണ്ടായി. ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞതായാണ് വിവരം. സൗദിക്ക് നേരെയും മിസൈൽ ആക്രമണ ശ്രമമുണ്ടായി. കിഴക്കൻ മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ ക്രൂയിസ് മിസൈൽ തകർത്തതായി പ്രതിരോധ സേന അറിയിച്ചു. ബഹ്റൈനിൽ 3 തവണ ആക്രമണ ശ്രമമുണ്ടായി. കടൽ യാത്രകൾക്ക് വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 വരെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. GCC രാജ്യങ്ങളുടെയും റഷ്യ, ജോർദാൻ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ ഓൺലൈൻ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. 24 ദുബായ്.
UAEയിൽ വിസ കാലാവധി കഴിഞ്ഞ താമസക്കാർക്ക് തിരിച്ചു വരാനുള്ള ഗ്രേസ് പീരീഡ് നാളെ അവസാനിക്കും. ഏപ്രിൽ 1 മുതൽ UAEയിൽ വരാൻ ഇനി പുതിയ എൻട്രി പെർമിറ്റ് നിർബന്ധമാണ്. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ 1 മാസം ഇളവ് നൽകിയിരുന്നു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിലും TVK അധ്യക്ഷൻ വിജയ് പെരമ്പൂരും പത്രിക നൽകി. സുരക്ഷാ വീഴ്ച ആരോപിച്ച് വിജയ് വില്ലിവാക്കത്ത് നടത്താനിരുന്ന പ്രചാരണം റദ്ദാക്കി. പോലീസ് മതിയായ സുരക്ഷയൊരുക്കിയില്ല എന്ന് കാട്ടി TVK തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഒരേ സമയത്താണ് മുഖ്യമന്ത്രിയും വിജയും പത്രിക നൽകിയത്. വിജയ് കന്നിയംഗത്തിനിറങ്ങുമ്പോൾ തന്റെ വിശ്വസ്ത മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി ജനവിധി തേടുകയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. റോഡ് ഷോയാണ് സ്റ്റാലിൻ പത്രിക നൽകാനെത്തിയത്. തമിഴ്നാട്ടിൽ വൻ വിജയം നേടുമെന്ന് സ്റ്റാലിൻ. പെരമ്പൂരിലെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് വിജയ് പത്രിക നൽകിയത്. പിന്നാലെ പ്രചാരണം തുടങ്ങി. പെരമ്പൂരിലെ 2 പോയിന്റുകൾക്ക് ശേഷം കൊളത്തൂരിൽ, വീണ്ടും പെരമ്പൂരിലെ അരങ്ങത്തെത്തി. എല്ലായിടത്തും DMK സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. 5 வருஷம் போலீஸ் டிபார்ட்மெண்ட் கையில வச்சிருக்கிற ஸ்டாலின் சார் ஒரு அடிப்படை பாதுகாப்பு கூட கொடுக்க முடியலனா எதுக்கு இந்த ஆட்சி, எதுக்கு இந்த அதிகாரம்? സുരക്ഷാ വീഴ്ച ആരോപിച്ച് വില്ലിവാക്കത്തെ പരിപാടി വിജയ് റദ്ദാക്കി. പോലീസ് സുരക്ഷയൊരുക്കുന്നില്ലെന്ന് കാണിച്ച് TVK ക്യാമ്പയിൻ ജനറൽ സെക്രട്ടറി CTR നിർമ്മൽകുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. 24 ചെന്നൈ. തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ BJPയെ വെട്ടിലാക്കി FCRA നിയമ ഭേദഗതി ബില്ല്. RSSന് മാത്രം വിദേശ ഫണ്ട് വാങ്ങാൻ അവസരമൊരുക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ബില്ലിനെതിരെ ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നു. വിഷയത്തിൽ ആശങ്കയറിയിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. എന്നാൽ നിയമം സഭകൾക്കെതിരല്ല എന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയം ഏറ്റെടുത്തു. RSSന് മാത്രം വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകാനുള്ള നീക്കമാണെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. Now suddenly we notice that an FCRA bill has been brought in. And what is interesting is there is only one organization that can get money from abroad. No other organization can get money from abroad except the RSS. ബില്ലിൽ വലിയ ആശങ്കയാണ് ക്രൈസ്തവ സഭകൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഇതുവരെയും അതിനെക്കുറിച്ച് ഏതാണ്ട് 2-3 മാസങ്ങളായി ഒരറിവും അതിനെക്കുറിച്ചില്ല. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര തലത്തിലാണിത് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതവർ ചെയ്യാതെ ഇത്രമാത്രം കർശനമായിട്ട് നിൽക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശുശ്രൂഷകൾക്ക് എല്ലാ സഭകളെയും ബാധിക്കുന്ന ഒരു പ്രയാസമാണ്. ക്രൈസ്തവ സഭകൾ ആശങ്ക ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കത്തയച്ചു. ബില്ലിൽ നിന്ന് പിന്തിരിയണമെന്നാണ് കത്തിലെ ആവശ്യം. പ്രധാനമന്ത്രിയും BJP സ്ഥാനാർത്ഥികളും വിഷയത്തിൽ മറുപടി പറയണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. ഈ ലൈസൻസ് കൊടുക്കുന്നതും ഈ ലൈസൻസ് റദ്ദാക്കുന്നതും ആർക്കാണ് അതിൻ്റെ അധികാരം? BJPക്കാണ്, കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ അത് ബോധപൂർവം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെ ടാർഗറ്റ് ചെയ്യും. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന ഏറ്റവും വലിയൊരു പീഡനത്തിന്റെ ഭാഗമാണ്. അതേസമയം ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് BJP നേതാക്കളുടെ നിലപാട്. സഭയുടെ മുഴുവൻ നേതൃത്വത്തോടും പറയുന്നു, ഒരു കാരണവശാലും ഒരു ആകുലതയ്ക്കും കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ ഇവിടെ സഭയുടെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ഇതു സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 24 കോട്ടയം. ഇപ്പോൾ ഒരു അപകട വാർത്ത വരുന്നുണ്ട്. പൊന്നാനിയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം, ഒരാൾക്ക് പരിക്കേറ്റു. കുറ്റിപ്പുറം ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോകുൽ, എപ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ആരൊക്കെയാണ് മരിച്ചത്? അമൃത, അല്പസമയം മുമ്പ് രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയെടുക്കുകയായിരുന്നു. ഇതിൽ ഒരു ബൈക്കിൽ തന്നെ സഞ്ചരിച്ച പൊന്നാനി സ്വദേശികളായിട്ടുള്ള അസ്ലം, അൻസിഫ് എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 19 വയസ്സാണ് പ്രായം. അപകടത്തിൽ പരിക്ക് പറ്റിയ മറ്റൊരു യുവാവ് അൻസിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം ദേശീയപാതയുടെ സർവീസ് റോഡ് തെയ്യങ്ങാട് വെച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അപകടം പറ്റിയ ഉടനെ
മൂവരെയും പൊന്നാനിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അസ്ലമും അൻസിഫും മരണപ്പെടുകയായിരുന്നു. അൻസിലിനെ ഉടനെ തന്നെ തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ മരണപ്പെട്ട രണ്ടുപേരുടെയും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം സമാപിച്ചു. പുതിയ സംസ്ഥാന ഭാരവാഹികളെയും 10 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും പ്രഖ്യാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ബിനു ശിവദാസാണ് സംസ്ഥാന ട്രഷറർ. രാജ്മോഹൻ M വൈസ് പ്രസിഡന്റായും നിസാർ കോയപ്പറമ്പിൽ PSCB എന്നിവർ സെക്രട്ടറിമാരായും ചുമതലയേൽക്കും. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് കേബിൾ വലിക്കാൻ വൈദ്യുതി തൂണിന്റെ വാടക 100 രൂപയായി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റൈറ്റ് ഓഫ് വേ നടപ്പിലാക്കാൻ KSCB തയ്യാറാകണമെന്ന് തിരൂരിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് റാലിയിലേക്ക് കൂലിക്ക് ആളെ ആവശ്യപ്പെട്ട് പരസ്യം നൽകിയെന്ന ആരോപണത്തിൽ UDF LDF പോര്. പ്രചാരണത്തിന് പിന്നിൽ LDF സ്ഥാനാർത്ഥിയുടെ കുടിലതന്ത്രമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ കുറ്റപ്പെടുത്തി. പ്രവർത്തിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആളെ കൂട്ടാൻ കോൺഗ്രസ് പരസ്യം നൽകിയെന്നാണ് VK പ്രശാന്തിന്റെ മറുപടി. K മുരളീധരൻ നൽകിയ പരാതിയിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥിയുടെ ജാഥയ്ക്കായി കൂലിക്ക് ആളെ എടുക്കുന്നുവെന്ന രീതിയിലാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചത്. 511 രൂപയും ഭക്ഷണവും നൽകാമെന്നായിരുന്നു സ്ക്രീൻഷോട്ട്. എന്നാൽ ആരോപണം കോൺഗ്രസ് നേതൃത്വം നിഷേധിക്കുന്നു. അങ്ങനെ ഒരു ഗതികേട് തനിക്ക് വന്നിട്ടില്ലെന്നും LDF വ്യക്തിഹത്യ നടത്തുന്നുവെന്നും K മുരളീധരൻ. അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. അത് 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഉറപ്പായ CPM അവസാനം ഇറക്കിയ ആയുധമാണ്. അതേസമയം കോൺഗ്രസ് അങ്കലാപ്പിലെന്നാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്തിന്റെ പ്രതികരണം. പ്രചാരണത്തിന് ആളെ കിട്ടാത്തതുകൊണ്ട് പരസ്യമിട്ടതാകാമെന്നും LDF സ്ഥാനാർത്ഥി. ഈ വാർത്ത പറഞ്ഞത് ശരിയാണ്. പല സ്ഥലങ്ങളിലും അവരുടെ ആളുകളില്ല, അവരുടെ ആളുകൾ പ്രവർത്തന രംഗത്ത് വരുന്നില്ല, ബൂത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരടക്കം. സംഭവത്തിൽ ഗൂഢാലോചന എന്നാരോപിച്ച് K മുരളീധരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി. പരാതിയിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ സൈബർ പോലീസ് കേസെടുത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.